ഹായ്, ചേന്നത്ത് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെണ്ടയ്ക്ക എങ്ങനെയാണ് കുഴയാതെ, എന്നുവെച്ചാൽ നല്ല എണ്ണ ഒഴിക്കുന്ന ആൾക്കാർക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ വെണ്ടയ്ക്ക കുഴയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക, നമ്മുടെ വെണ്ടയ്ക്ക തന്നെയാണ്, ഞാൻ ജൈവ രീതിയിൽ വളർത്തിയ വെണ്ടയ്ക്കയാണ്. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ കാണത്തക്ക രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളും ഇതുപോലെ തന്നെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത്, എന്നാലും മറ്റുള്ളവർക്ക് ഒന്നുകൂടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് എനിക്കും അയച്ചു തരുമോ. അപ്പോൾ വീഡിയോ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സൈഡും കട്ട് ചെയ്ത് വെച്ചു, ഈ സൈഡും കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളിത് ചെറുതായിട്ടാണ് ഇത് അരിഞ്ഞ് നമ്മൾ വളരെ ചെറുതായിട്ട് സ്ലൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇത് അരിഞ്ഞ് നമ്മൾ എടുക്കുകയാണ്. ഈ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഉൾവശം നമ്മൾ നോക്കണം. മിക്കവാറും ഇതിനകത്ത് പുഴുക്കൾ ഉണ്ടാകാൻ സാധ്യത കാണും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ആയാലും നമുക്ക് ഇതിനകത്ത് പുഴുക്കളൊന്നും നമുക്കില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുഴു ഉണ്ടോ എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ പുറമേ നിന്ന് വരുന്ന പച്ചക്കറിയാണ്, നല്ല വൃത്തിയായി കഴുകണം. കഴുകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇച്ചിരി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ആയാലും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ അത് നന്നായി വൃത്തി കഴുകിയെടുത്ത് ഒരു ചെറിയ തുണി കൊണ്ട് തുടച്ച് നല്ല വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. അപ്പം ഇതിനകത്ത് പുഴു ഒരു മിക്കവാറും ഒരു 5-6 വെണ്ടയ്ക്ക എടുക്കുമ്പോൾ 2 വെണ്ടയ്ക്കെങ്കിലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പുഴു ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടോ, നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മുടെ ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം. അത് അവരവരുടെ ഇഷ്ടമാണ്. ആവശ്യത്തിന് ഉപ്പ് എന്തോരം ചേർക്കുക എന്നുള്ളത് അവനവന് ഉപയോഗിക്കണം. ഉപ്പ് പരമാവധി കുറച്ച് ചേർക്കുക, അത് ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തുള്ളി വെള്ളം പോലെ ഒഴിച്ചിടും കേട്ടോ. ഇപ്പം കാണുമ്പോൾ വിചാരിക്കും ഇതങ്ങനെ ഇതാവുമോ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. ഒരിക്കലും കരിഞ്ഞു പോകുന്നില്ല. ഇത് ശരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഇറക്കുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി അയച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുക. ഇനി നമ്മൾ വെച്ചാൽ ഇത് എല്ലാവർക്കും ആയിട്ടുണ്ട്. ഇത് നമ്മളിത് നന്നായിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകം വെച്ചാൽ ഈ മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വരും. സാധാരണ ചെയ്യുമ്പോൾ ആ വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിക്കില്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫുൾ ഇതിൽ ഫ്ലെയിമിൽ നമ്മൾ വെക്കരുത്. ഒരു മീഡിയം ലെവലിലേക്ക് നമ്മൾ തീ അങ്ങ് വെക്കുക. ഒരു ഏകദേശം ഒരു 13-14 മിനിറ്റ് വരെ ഇത് വെന്ത് വരാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ നമ്മൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അടപ്പ് നമ്മൾ വീഴുമ്പോൾ ഇങ്ങനെയായിരിക്കും കൂടുതൽ ആ വെള്ളം ഇതിന്മേൽ തന്നെ ഇരിക്കണം, വെള്ളം ഇങ്ങോട്ട് ഒഴിക്കരുത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് ഏകദേശം വെന്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു 15 മിനിറ്റോളമായി നമ്മുടെ ഇത് വെണ്ടയ്ക്ക ഉപ്പേരി ഇങ്ങനെ അടുപ്പേ കിടന്നിട്ട് അതിന് ഇതുണ്ടോ, എല്ലാം അതേ ഇതുണ്ട്, കുഴയാതെ എല്ലാം അകന്നകം കിടക്കുന്നുണ്ടോ, ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, എല്ലാം നമുക്കൊരു കുഴയാതെ നമുക്കെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. മറ്റേ നമുക്ക് ആ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുഴഞ്ഞെല്ലാം കൂടി നമുക്ക് ആകെ ഒരു എന്തോ അസ്വസ്ഥ പോലെയും. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ തീയൊക്കെ നമ്മൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഇപ്പം നമ്മുടെ ഗൾഫിലുള്ളവർക്കും അതിൻ്റെ എളുപ്പമാണ്. ഒരു പ്ലേറ്റ് ചോറും ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ചിക്കനും ബീഫൊന്നും വേണ്ട, നമുക്കിത് കൂട്ടി നമുക്ക് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാണ്. നമുക്കിപ്പോൾ ഇവിടെയാണെങ്കിൽ സ്വന്തമായിട്ട് വെണ്ടയ്ക്ക ഗ്രോബാഗ് നമുക്ക് ഉണ്ടാക്കി അത് കഴിക്കാം. നമുക്ക് ഏത് രീതിയിലായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിത് കാണിക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളത് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ സർവീസ് ഡിഷിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക മാറ്റണം. ഓക്കെ, നമ്മൾ ഇതേപോലെ ഒരു പാൻ അടുപ്പ് വെക്കുക. ആ പാൻ അടുപ്പ് വെച്ച് പാൻ അത്യാവശ്യം ചൂടാകാൻ വേണ്ടി വെക്കുക. അത് പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക.
ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട, നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒരു സൈഡിലേക്ക് അങ്ങ് ആക്കി വെച്ചാൽ വേഗം അത് ഇതായിക്കോളും, ചൂടായിക്കോളും. അപ്പോൾ നമ്മളിത് നമ്മൾ വെള്ളമില്ലാതെ കുഴയാതെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇനി ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാ, ഒരു 2-3 പീസ് ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണമുള്ളൂ കേട്ടോ. ഉലുവ ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. അത് ഉലുവ പൊട്ടി തുടങ്ങി. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കടുക് പൊട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് കടുക് പൊട്ടാൻ സമയം എടുക്കും. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല ചൂട് വരുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ പൊട്ടും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മൂടി വെക്കുന്നതും അതിൻ്റെ ഇളക്കുന്നതുമാണ് ഇതിലേക്ക് വെള്ളം വരാതിരിക്കാനുള്ള പ്രധാന കാരണം. കാരണം വെണ്ടയ്ക്കയുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചിലർക്ക് അബദ്ധത്തിൽ അറിയാതെ നമ്മൾ വെള്ളം ഒഴിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ അത് പിന്നെ കുഴഞ്ഞ് വല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള ഉപ്പേരിയായിട്ട് നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും. അപ്പം നമ്മുടെ കടുക് നമുക്കിത് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 തണ്ട് കരിയേപ്പില, ഇത് നമ്മുടെ ഫ്രഷായിട്ട് നമ്മുടെ പറമ്പിലുള്ള കരിയേപ്പാണ്. അപ്പോൾ ആ കരിയേപ്പിൽ നമ്മൾ 2 തണ്ട് കരിയേപ്പിൽ നമ്മൾ അതിലേക്ക് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ കരിയേപ്പിൽ ചെയ്യുമ്പോൾ ഈ കരിയേപ്പിൻ്റെ ഈ തണ്ട് ഞാൻ കളയാറില്ല. ഞാൻ അതൊരു 3-4 കഷ്ണമായിട്ട് മുറിച്ച് നമ്മുടെ കറിക്കകത്തേക്ക് തന്നെ ഞാൻ ഇടുവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള സത്ത് മുഴുവൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ചുമന്ന മുളകാണ്, ഇതല്ല പൊടിച്ച മുളകല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ തന്നെ പച്ചമുളകിലുണ്ടായത് അത് ഞാൻ ഉണക്കി വെച്ച മുളകാണ്. അതൊരു 2-3 കഷ്ണമായിട്ട് ഞാനിത് ഇങ്ങോട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു കുഞ്ഞൊരു സവോള ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 250 ഗ്രാം ഇതേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ എടുത്തുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞൊരു സവാള, ഒരു 50 ഗ്രാമോ ഒക്കെ വരുന്നൊരു ചെറിയൊരു സവാള എടുക്കുന്നത്. അത് കുഞ്ഞായിട്ട് പൊടിയായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റുന്നു. ഏകദേശം ഒരു ചുമന്ന നിറം വരുന്നതിന് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റണം. ഏകദേശം ചുമന്ന നിറം വരിക. അപ്പോൾ ആ ചുമന്ന നിറം വരുന്നതിന് വരെ ഇത് വഴറ്റുക. ഇതാ എല്ലാം ഓക്കെ. ഇവനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് അങ്ങ് വെക്കുന്നു. നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം വേണം നമുക്ക് കഴിക്കാം, ചോറിൻ്റെ ഒപ്പം വേണം കഴിക്കാം, ഏത് ഡിഷിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് അടിച്ചു പൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കുക. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ അയച്ചു കൊടുക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നതും വരെ എല്ലാവർക്കും ഓക്കെ, ബൈ.